വെനസ്വലയുടെ എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുക്കുന്നത് കുറ്റകരമാക്കുന്ന ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പ്രസിഡന്റ് നിക്കോളാസ് മഡൂരോയ്ക്കെതിരെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുക്കുന്നതിലടക്കം സമ്മർദ്ദ തന്ത്രങ്ങൾ നടത്തുന്നതിനാലാണ് ഈ നീക്കം വരുന്നത്. കരീബിയൻ കടലിൽ വെനസ്വലയുടെ 2 ടാങ്കറുകൾ യുഎസ് സേന അടുത്തിടെ പിടിച്ചെടുത്തിരുന്നു. തുടർന്നാണ് അടിയന്തരമായി 2 ദിവസത്തിനകം ദേശീയ അസംബ്ലിയിൽ ബില്ല് അവതരിപ്പിച്ച് അംഗീകരിച്ചത്. യുഎസിന്റെ സാമ്പത്തിക ഉപരോധങ്ങൾ മറികടക്കാൻ ഉപയോഗിക്കുന്നു എന്നാരോപിച്ചാണ് വെനസ്വലയുടെ എണ്ണ ടാങ്കറുകൾ ട്രംപ് ഭരണകൂടം പിടിച്ചെടുത്തത്. ലാറ്റിൻ അമേരിക്കയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള യുഎസിന്റെ വിശാലമായ പദ്ധതിയുടെ ആദ്യ ലക്ഷ്യം മാത്രമാണ് വെനസ്വലയെന്നാണ് യുഎന്നിലെ വെനസ്വലൻ അംബാസഡർ സാമുവൽ മോൻകാദ പറഞ്ഞത്. വെനസ്വലയുടെ എണ്ണ ടാങ്കറുകൾ യുഎസ് പിടിച്ചെടുത്തതിനെയും സാമുവൽ മോൻകാദ അപലപിച്ചു. അമേരിക്കയ്ക്കെതിരെ കടൽക്കൊള്ള, പിടിച്ചുപറി എന്നീ കുറ്റങ്ങളും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഒരു പരമാധികാര ശക്തിയാൽ സംഘടിപ്പിക്കപ്പെടുന്ന സമുദ്ര കുറ്റകൃത്യങ്ങളെയാണ് അമേരിക്കയുടെ ഈ നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെനസ്വലയുടെ പ്രദേശങ്ങൾ, എണ്ണശേഖരം, ധാതു സമ്പത്ത് എന്നിവയുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണം നേടാനാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുഎസിന്റെ ലാറ്റിൻ അമേരിക്കയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള വിശാലമായ പദ്ധതിയുടെ ആദ്യ ലക്ഷ്യം മാത്രമാണ് വെനസ്വലയെന്നും തങ്ങളെ വിഭജിക്കാൻ യുഎസ് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോന്നായി അവർ കീഴടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക, സൈനിക ശേഷികൾ തകർക്കുന്നതിനും സാമൂഹിക ഐക്യം ഇല്ലാതാക്കുന്നതിനുമുള്ള നടപടിയാണ് യുഎസ് നടത്തുന്നതെന്ന് സാമുവൽ മോൻകാഡ പറഞ്ഞു. നിലവിൽ രാജ്യത്തിന്റെ മേൽ ഏർപ്പെടുത്തുന്ന നാവിക ഉപരോധം മനഃപൂർവമായ സൈനിക നടപടിയാണെന്നും അദ്ദേഹം പറയുന്നു. മറ്റൊരു രാജ്യത്തിനെതിരെ ഔപചാരികമായി യുദ്ധം പ്രഖ്യാപിക്കാൻ അധികാരമുള്ള യുഎസ് കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെയാണ് ട്രംപ് ഭരണകൂടം പ്രവർത്തിക്കുന്നത്. അതിനാൽ ട്രംപ് ഭരണകൂടം അന്താരാഷ്ട്ര നിയമങ്ങളും യുഎസ് ആഭ്യന്തര നിയമങ്ങളും ലംഘിക്കുന്നുണ്ടെന്നും യുഎൻ സുരക്ഷാ സമിതി യോഗത്തിൽ മോൻകാഡ ആരോപിച്ചു. വ്യോമാതിർത്തി സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. വെനസ്വലയുടെ അതിർത്തികളിൽ ഒരു ഇലക്ട്രോണിക് യുദ്ധ ക്യാമ്പയിൻ യുഎസ് സൈനികർ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വെനസ്വലയുടെ പരമാധികാരം, സുരക്ഷ, നിയമാനുസൃത അവകാശങ്ങൾ എന്നിവയ്ക്കുമേലുള്ള യുഎസ് നടപടികൾ ഗുരുതരമായ കടന്നുകയറ്റമാണെന്നാണ് ചൈനീസ് അംബാസഡർ യുഎൻ രക്ഷാസമിതി യോഗത്തിൽ പറഞ്ഞത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കെതിരായ യുഎസിന്റെ ബലപ്രയോഗം മറ്റു രാജ്യങ്ങൾക്കൊരു മുന്നറിയിപ്പാണെന്നാണ് യുഎന്നിലെ റഷ്യൻ അംബാസഡറും കൂട്ടിച്ചേർത്തത്. ചൈനയിലേക്ക് പോകുന്ന വെനസ്വലൻ എണ്ണ ടാങ്കറുകൾ തടഞ്ഞ യുഎസ് നടപടി സ്വേച്ഛാധിപത്യം എന്ന് വിമർശിച്ച് ചൈനയാണ് രംഗത്ത് വന്നത്. നടപടി മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഇതിലൂടെ യുഎസ് അന്താരാഷ്ട്ര നിയമം ഗുരുതരമായി ലംഘിച്ചിരിക്കുകയാണെന്നും ചൈനയുടെ വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനമോ യുഎൻ സുരക്ഷാ കൗൺസിലിന്റെ അംഗീകാരമോ ഇല്ലാത്ത ഏകപക്ഷീയമായ നിയമവിരുദ്ധ ഉപരോധങ്ങളെ ചൈന എതിർക്കുന്നു. നിയമാനുസൃതമായ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കാനുള്ള വെനസ്വലയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹം പിന്തുണയ്ക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതായാണ് ലിൻ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.